ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു ബർത്ത്ഡേ ഫംഗ്ഷനാണ് കേട്ടോ. അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലാണ് ഫംഗ്ഷൻ വരുന്നത്. എനിക്ക് ഏകദേശം എല്ലാ സാറ്റർഡേ സൺഡേ വരുന്ന സമയത്ത് എന്തെങ്കിലും ഫംഗ്ഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു സാറ്റർഡേ സൺഡേ ആയിരുന്നു കേട്ടോ ഈ ഫംഗ്ഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മേലാറ്റൂരായിരുന്നു കേട്ടോ വീട്. പോകുന്ന വഴി റോഡ് അത്യാവശ്യം നല്ല മോശമായിട്ടുള്ള റോഡായതുകൊണ്ട് നല്ല ഒരു ക്ഷീണം ഉണ്ടായിരുന്നു അവിടെ എത്തിയ സമയത്ത്. ഇവനാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ ബർത്ത്ഡേ പോയി. ഞങ്ങൾ എത്തിയ സമയത്ത് തന്നെ അവൻ ഫ്രണ്ടിലുണ്ടായിരുന്നു. അവന് ഒരു പരിചയക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ എല്ലായിടത്തേയും പോകുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ ഉറക്കം കൊടുത്തതിന് ശേഷം ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി എൻ്റെ ഏട്ടന്മാരുടെ കുറച്ച് വർത്തമാനം പറഞ്ഞിരിക്കുന്ന സമയത്ത് അവന്മാർ എന്നെ കളിയാക്കിട്ടോ. ഞാൻ യൂട്യൂബിന് വീഡിയോ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും അതന്നെ ആയിരുന്നു പണി. അപ്പോഴേക്കും നമ്മളുടെ കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കേക്ക് ഏട്ടന്മാരെല്ലാവരും കൂടെ അത് സെറ്റാക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ബർത്ത്ഡേ ബോയുടെ അച്ഛൻ്റെ കൂടെ ഒരു വീഡിയോ എടുത്തു. അപ്പോൾ ഞങ്ങളങ്ങനെ എല്ലാവരും കേക്ക് സെറ്റാക്കിയപ്പോൾ സ്റ്റേജ് ഒരു അടിപൊളി ഒരു ആംബിയൻസ് ആയിട്ടോ. അപ്പോഴേക്കും നമ്മുടെ ബർത്ത്ഡേ ബോയ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവനത് കണ്ട സമയത്ത് ഭയങ്കര സന്തോഷമായിട്ടോ. ഞാൻ വിചാരിച്ചവൻ വാശി ഉണ്ടാവുക എന്നുള്ളത്. പക്ഷേ അവൻ എത്തിയ സമയത്ത് ലൈറ്റും കാര്യവും കണ്ട സമയത്ത് അവന് ഭയങ്കര സന്തോഷമായിട്ടോ. അവന് കേക്ക് മുറിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ ഫംഗ്ഷൻ നടക്കുന്ന സമയത്തൊന്നും യാതൊരു വാശിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കേക്കൊക്കെ മുറിച്ചു. പിന്നെ അവന് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ട ടൈമായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തു. അതിനുശേഷം പിന്നെ നമുക്ക് ഫോട്ടോ സെക്ഷനാണെന്നു. ആദ്യം അവരുടെ ഫാമിലി ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. ഏട്ടനും ഏട്ടത്തിമാരെല്ലാവരും കൂടെ. ഒരു ഏട്ടനും കൂടെ അവൻ ലണ്ടനിലാണ്. പിന്നെ ഇത് അമ്മയുടെ ചേച്ചിമാരാണ് കേട്ടോ. അമ്മയ്ക്ക് 7 ചേച്ചിമാരും ഒരു ഏട്ടനാണ് ഉള്ളത്. പിന്നെ നമ്മളും ഫോട്ടോസൊക്കെ എടുത്തു. അതൊന്നും വീഡിയോയ്ക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഫുഡ് സെക്ഷനിലേക്ക് ഞങ്ങൾ പോയി. ഫുഡിൽ അവിടെ ബിരിയാണിയും ചില്ലി ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതൊക്കെ ഭക്ഷണമൊക്കെ അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ കുട്ടികളുടെ കളിയും കുറച്ച് നേരമൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.